ഭഗവത്ഗീത വ്യാഖ്യാനം ലോകോത്തരമെന്ന് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യമാണ്. ഗീത കമൻട്രി. ശങ്കരാചാര്യ ഭാഷ്യത്തിൻ്റെ തുടക്കത്തിൽ അന്ധകരണത്തിൻ്റെ അശുദ്ധിയെ സംബന്ധിച്ച് രാഗദ്വേഷമാണ്, അതിന് കാരണം തെറ്റായ താതാത്മ്യങ്ങളാണ്. താതാത്മ്യം എന്ന് പറഞ്ഞാൽ ഞാനിതാണ് എന്നുള്ള ഒരു ചിന്ത. ശരിക്കും ഞാൻ ശരീരമാണെന്ന് ധരിക്കുന്നത് വലിയ വിഡ്ഢിത്തമാണ്. എന്താണ് ശരീരം എന്ന് ചോദിച്ചാൽ അന്നരസേനൈവ ഭൂത്വ അന്നരസേനൈവ വൃദ്ധിം പ്രാപ്യ അന്നഭൂത പൃഥിവ്യാം യത് വിലീയതേ. അന്നത്തിൽ നിന്നുണ്ടായി അന്നത്തിൽ നിന്നാൽ പോഷിപ്പിക്കപ്പെട്ട് ഒടുവിൽ അന്നമായിട്ട് വിലയിച്ചു പോകും. അതാണ് ഈ ശരീരം. ആ ശരീരം നമ്മുടെ ഒരു ഉപകരണമാണ്, ഒരു ഉപാധിയാണ്, ഒരു ടൂളാണ്. അതിനെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ബുദ്ധിയുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് പരിലസിക്കുന്ന തത്വമാണ് ശരിക്കും ഞാൻ. ആ ഞാനിനെ ഞാനെന്ന് അറിയുന്നതിന് പകരം ഇതൊക്കെയായിട്ട് ധരിക്കുമ്പോൾ അതിനെയാണ് താതാത്മ്യം എന്ന് പറയുക. സ്വന്തം സ്വരൂപത്തെ ആഴത്തിൽ അറിയാത്തത് കൊണ്ട്, ഞാൻ ചൈതന്യ സ്വരൂപിയാണ് എന്ന് അറിയാത്തത് കൊണ്ട്, ഞാൻ ആനന്ദ സ്വരൂപിയാണ്, ആനന്ദമാണ് നമ്മുടെ സ്വഭാവം, അതുകൊണ്ടാണ് നമുക്ക് ഉറക്കത്തിൽ പരമാനന്ദം അനുഭവപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള സ്വത്വത്തെ സംബന്ധിക്കുന്ന ബോധമില്ലാത്തതുകൊണ്ട് ഇതൊക്കെയാണ് ഞാനെന്ന് കരുതുന്നു. പിന്നെ കുറേത് എൻ്റേതാണ് എന്ന് കരുതി, ചിലതൊക്കെ എൻ്റേതാക്കണം എന്നുള്ള താല്പര്യമായി, ചിലതിനെ സംബന്ധിച്ച് താരതമ്യേന വിരോധം വരും. വാസ്തവത്തിൽ എല്ലാം എൻ്റേതാക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിൽ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ രാഗദ്വേഷം, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് ശോകമോഹങ്ങൾക്ക് വിധേയരാകുന്നു. അവർക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നതിന് എന്താ വഴി? ഇതാണ് ഭഗവത്പാദർ ഡിസ്കസ് ചെയ്യുന്നത്. ശങ്കരാചാര്യ ചൂണ്ടിക്കാണിക്കുന്നു, കർമ്മത്തിന്റെ വഴിയാണ് അവലംബിക്കേണ്ടത്. ആദ്യം അന്ധകരണം ശുദ്ധമാവട്ടെ, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്ത് പോകാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ. അന്ധകരണ ശുദ്ധി. അതിനുള്ള ഉപായം എന്താണ്? അതിനുള്ള ഉപായം സ്വധർമ്മത്തെ ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ട് ആളുകൾ സ്വധർമ്മം ചെയ്യുന്നില്ല എന്ന് ആചാര്യ ഭഗവത്പാദർ ഒരു പരീക്ഷ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നു. എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പരധർമ്മത്തിൽ താല്പര്യം വരുന്നത്, അതായത് അവനവൻ ചെയ്യാനുള്ള കാര്യം ചെയ്യുന്നതിന് പകരം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യം വരും. ഉദാഹരണമായിട്ട് ഈ ബസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നവരെയാണ് ക്ലീനർ എന്ന് പറയാം. അവർക്ക് പക്ഷേ ക്ലീൻ ചെയ്യലൊഴിച്ച് ബാക്കി എല്ലാ ജോലിയിലും താല്പര്യമാണ്. ചിലപ്പോൾ അവർ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. ക്ലീൻ എന്നാണല്ലോ നമ്മൾ വിളിക്കുക. അത് പരധർമ്മമാണ്. ക്ലീൻ ചെയ്യേണ്ട ബസ് ക്ലീൻ ചെയ്യേണ്ട ബസ് ഓടിക്കാൻ തീരുമാനിക്കുന്നത് പരധർമ്മമാണ്. ഭയാവഹ, അതുകൊണ്ട് അപകടമുണ്ടാവും എന്നുള്ളതാണ് വസ്തുത. സാമാന്യേന അവരവർ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്ന് മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല അപകടങ്ങളുണ്ടാവുമെന്ന് മാത്രമല്ല, അത് സംബന്ധിയായിട്ടുള്ള അസ്വസ്ഥതയും വാസനകളുമൊക്കെ ഉള്ളിൽ പെരുകിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഭഗവത്പാദർ ചൂണ്ടിക്കാണിക്കുന്ന അപകടം. ഇനി ചിലരൊക്കെ സ്വധർമ്മം ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അത് സാഹങ്കാരം, അഹങ്കാരത്തോടുകൂടി ചെയ്യുന്നു, അതും അപകടമാണ്. ഫലാഭിസന്ധിയോടെയും അഹങ്കാരത്തോടെയും ചെയ്യുന്നു. ഫലാഭിസന്ധി എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് വേണം, ഇന്ന ഫലങ്ങളൊക്കെ വേണം, അത് ലക്ഷ്യമാക്കിയിട്ട് കർമ്മം ചെയ്യുന്നു. പിന്നെയോ ഞാനാണ് ചെയ്യുന്നത് എന്ന അഭിമാനത്തോടുകൂടി ചെയ്യുന്നു. ഇങ്ങനെ ആമുഖ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ഇതിൻ്റെ ഒരു സമഗ്ര ചിത്രം പകർന്നു തരുന്നുണ്ട്. അതാണ് വിശദമായിട്ട് നമ്മൾ ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ പഠിച്ചത്. അപ്പൊ 3-ാം അധ്യായം നമ്മളോട് ഉപദേശിച്ചത് എന്താ?
നിങ്ങൾക്ക് അനവധി കാമ താല്പര്യങ്ങളുണ്ട്, ഭോഗ താല്പര്യങ്ങളുണ്ട് തീവ്രമായിട്ട്, എങ്കിൽ അതിനുവേണ്ടി കർമ്മങ്ങൾ ചെയ്യൂ. എന്നിട്ട് ഓരോന്നും സ്വന്തമാക്കുന്നതിന് വേണ്ടി ഉത്സാഹിക്കൂ, ഉദ്യമിക്കൂ. അതിലൊരു തെറ്റും ഇല്ല. പക്ഷെ എന്ത് വേണം? അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപരന് നോവ് നൽകാത്ത വിധത്തിലായിരിക്കണം. ആരെയും വേദനിപ്പിക്കരുത് എന്ന് പറയും. ശാരീരികമായിട്ട് വേദനിപ്പിക്കരുത്, മാനസികമായിട്ട് വേദനിപ്പിക്കരുത്, വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് അച്ചടക്കം. അതുപോലെ പ്രകൃതിയുടെ സുസ്ഥിരതയ്ക്ക്, വളർച്ചയ്ക്ക്, പോഷണത്തിന് വിരുദ്ധമാകരുത്. ഇതാണ് ധാർമ്മിക സമീപനം. പ്രാണിന അഭ്യുദയം. അതുപോലെ തന്നെ എല്ലാ പ്രകാരത്തിലുള്ള അഭിവൃദ്ധിയും ഉറപ്പാക്കിക്കൊള്ളണം. ജഗതഃ സ്ഥിതി കാരണം, ലോകത്തിന്റെ സുസ്ഥിതി ഉറപ്പാക്കണം. ഇങ്ങനെ കർമ്മം ചെയ്ത് ഭോഗജീവിതം നയിച്ചോളൂ. അതിലൊരു തെറ്റുമില്ല. കേട്ടില്ലേ? അഥവാ ഇതൊരു ബന്ധനമാണ്, ഇതിനെവിടെയാ ഒരവസാനം? കിം പ്രജയ കിം അനേന ധനേന, ഇതുകൊണ്ട് എന്താ ഒരു കാര്യം എന്ന ഒരു ചിന്ത ഉണർന്നു വന്നാൽ അതിനെ പോഷിപ്പിക്കണം. അതിനെയാണ് അനാസക്തി, വൈരാഗ്യം എന്നൊക്കെ പറയാം. വൈരാഗ്യം വരുന്നവരെ ലോകം വിട്ട് ഓടിപ്പോകുന്നൊന്നുമില്ല, ഓടിപ്പോകണമെന്ന് ഭഗവാൻ പറയുന്നുമില്ല. അർജുനൻ വലിയ വൈരാഗ്യം ഒക്കെ പറഞ്ഞു, എനിക്ക് രാജ്യം വേണ്ട, സുഖം വേണ്ട, വിജയം വേണ്ട, നകാംക്ഷേ വിജയം കൃഷ്ണാനച രാജ്യം സുഖാനിച്ച എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അത് ഭഗവാൻ പറഞ്ഞത് ഓടിപ്പോകണമെന്നല്ല. പിന്നെയോ അവിടെ തന്നെ നിൽക്കൂ. ഇത് തന്നെയാണ് നമ്മളോടും ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് വലിയ അനാസക്തിയൊക്കെ വന്നു എങ്കിൽ നിങ്ങൾ ഈ കർമ്മരംഗത്ത് തന്നെ നിൽക്കും. എന്നിട്ട് എങ്ങനെ കർമ്മം ചെയ്യണം? അത് യജ്ഞമായി ചെയ്യൂ, ഈശ്വര അർപ്പണമായി ചെയ്യൂ. യജ്ഞമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്വാമി ആലോചിച്ച് നോക്കട്ടെ. സാമാന്യമായ അറിവ്. ഇതിവിടുന്ന് ഇറങ്ങി പോകുമ്പോഴും ഒന്ന് റീകളക്ട് ചെയ്ത് ശീലിക്കണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. എപ്പോഴത് ഉറച്ചു കിട്ടുക. സാമാന്യമായ അറിവ്, സ്നേഹം, കൃതജ്ഞത, സേവന സന്നദ്ധത, സഹകരണാത്മകത, വിഭവ സമാഹരണം, സമർപ്പണം, പ്രസാദ സ്വീകരണം, പ്രസാദ വിതരണം, ഉച്ഛിഷ്ടഭോഗം. എല്ലാ കർമ്മങ്ങളിലും ഇത് തന്നെയാണ്. പക്ഷെ അതിനെ ആ ഭാവന കൊണ്ട് നമ്മൾ സമ്പന്നമാക്കേണ്ടതുണ്ട്. എല്ലാ കർമ്മങ്ങളിലും എന്താണ്? റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവർ ഇൻപുട്ട് എന്നാണ് പറയുക. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നതിന് പകരം സമർപ്പണം എന്ന് പറയുന്നു. അത് ഭാവന കൊണ്ട്. ഇതം നമ അഗ്നയേ സ്വാഹ, ഇന്ദ്രായ സ്വാഹ എന്നിങ്ങനെയൊക്കെ സമർപ്പിക്കുന്നു. ഇപ്പൊ നമ്മളിന്നലെ ഇവിടെ ജ്വലിച്ചിരിക്കുന്ന ഒരു അഗ്നിയെ കുറിച്ച് പറഞ്ഞു. സമാജത്തിന്റെ ആവശ്യങ്ങളാകുന്ന അഗ്നി ജ്വലിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ കർമ്മശേഷിയെ സമർപ്പിക്കുന്നു. അത് ആദരവോടുകൂടി ആവട്ടെ, കൃതജ്ഞതയോടെ ആവട്ടെ. എന്നെ ഞാനാക്കി തീർത്ത എന്റെ ചുറ്റുപാടിനോടുള്ള കൃതജ്ഞത, നന്ദി, സ്നേഹം. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, കാട്ടുവള്ളിക്കിഴങ്ങു ഞങ്ങൾ ചുട്ടു തന്നില്ലേ എന്നിങ്ങനെയൊക്കെ പ്രകൃതി മുഴുവൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ദേവന്മാരെ ഭാവന ചെയ്തത് കൊണ്ടാണ് നമുക്ക് വളരാനുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമായത്. അതുകൊണ്ട് തിരിച്ചു ദേവന്മാരോട്, പ്രകൃതി ശക്തികളോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം, ഭൂമിയോട് ആദരവുണ്ടായിരിക്കണം. അതൊക്കെ പ്രകടിപ്പിക്കും പ്രകാരം അവരവരുടെ കർമ്മശേഷികളെ ആവിഷ്കരിക്കുന്നത് യജ്ഞം, സമർപ്പണം. പിന്നെയോ ഔട്ട്പുട്ട് എന്നാണ് സാധാരണ കമ്പ്യൂട്ടർ ഭാഷയിലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ പൊതുവെ പറയുക. ശമ്പളം എന്ന് പറയും, ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയും, ഉൽപ്പന്നം. ഇവിടെ പക്ഷെ പ്രസാദം എന്ന് പറയും. കാരണം സമർപ്പിച്ചത് അനുഗ്രഹമാണ്. അതുകൊണ്ട് പ്രസാദം. ആ പ്രസാദത്തെ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആസ് പെർ ദി ഓരോരുത്തരും എത്രത്തോളം അർഹതപ്പെട്ടിരിക്കുന്നു അത് പ്രമാണിച്ച് വിതരണം ചെയ്യണം. എന്നിട്ട് ശേഷിക്കുന്നത് ഭുജിക്കുക. ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവും? വൃദ്ധി ഉണ്ടാവും, ശുദ്ധി ഉണ്ടാവും, സിദ്ധി ഉണ്ടാവും. മൊത്തത്തിലൊരു സന്തോഷമുണ്ടാവും. പ്രകൃതിയിൽ നിറയെ യജ്ഞമാണ്. ചാക്രികമായിട്ടെല്ലാം യജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ
പൂച്ച പാല് കുടിക്കുന്നത് പോലെ പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നതാണ്. എന്താ കാര്യം? ഒന്നും കാണണ്ട, ആരും കാണില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. പ്രകൃതിയിൽ നടക്കുന്ന യജ്ഞം കാണാതെ പോകരുത്. അതുകൊണ്ട് സ്നേഹത്തെയും സേവന സന്നദ്ധതയെയും വിനയത്തെയും സമർപ്പണ ബുദ്ധിയെയും ഉണർത്തി നിങ്ങൾ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു. പിന്നെ കർത്തൃത്വ ബുദ്ധിയെ സംബന്ധിച്ച് പ്രകൃതി ഗുണങ്ങളിലല്ലേ കർമ്മങ്ങൾ നടക്കുന്നത്, ഞാനെന്ന് അഭിമാനിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടായി. പ്രകൃതേ ക്രിയമാണാനി ഗുണേ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരം കൊണ്ട് മൂഢാത്മാക്കൾ ചിന്തിക്കുന്നു. അപ്പൊ അതിലെ വിഡ്ഢിത്തം നമ്മളൊന്ന് ആലോചിക്കാം. അകത്ത് നടക്കുന്ന ഒരുപാട് പ്രക്രിയകളായാലും ശരി, പുറത്ത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ നടക്കുന്ന പ്രക്രിയകളായാലും ശരി, അതിലൊന്നും ആരും അവകാശവാദം ഉന്നയിക്കുന്നില്ല. കേട്ടില്ലേ? നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്നത് വളരെ ലജ്ജാവഹമാണ് എന്ന് പറയും. വളരെ ലജ്ജാവഹമാണ്. നാം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോലും വലിയ ഒരു ഊർജവും ശക്തിയും പ്രേരണയും അറിവും ഒക്കെ ആവശ്യമുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. ആ ഒരു കർത്തൃത്വ ചിന്തയെ സംബന്ധിക്കുന്ന സമർപ്പണം ഉണ്ടാവട്ടെ എന്ന് ആഹ്വാനം. പിന്നെ മറ്റുള്ളവർക്ക് മാതൃകയാവണമേ എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യൂ എന്ന് ഉപദേശിക്കുകയുണ്ടായി. ഞാൻ വളരെ ഇൻസ്പയർഡ് ആണ്, മോട്ടിവേറ്റഡ് ആണ്. പക്ഷെ മറ്റുള്ളവരങ്ങനെ അല്ലല്ലോ, അവര് സങ്കുചിതമായ സ്വാർത്ഥവും വെച്ച് പെരുമാറുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം എന്നൊരു ചോദ്യമുണ്ടെങ്കിലോ അവരെ പരിഭ്രമിപ്പിക്കരുത്. അവര് തെറ്റെന്ന് ദയവ് ചെയ്ത് പറയരുത്. പിന്നെ എല്ലാവരും ശരി, എല്ലാം ശരി, കൂടുതൽ ശരിയെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറയാം. അപ്പൊ എന്ത് വേണം? ജോഷയെ സർവധർമാണി. അവര് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ യു ഹാവ് ടു സെറ്റ് എ സ്റ്റാൻഡേർഡ്. നിങ്ങളൊരു ഉത്തമ മാതൃക നിശ്ചയിച്ചുകൊണ്ട് അതില് മുന്നേറൂ. മറ്റുള്ളവർ ക്രമേണ ഇൻസ്പയർഡായി വന്നുകൊള്ളും. അക്കാര്യം സൂചിപ്പിച്ചു. പരധർമ്മം ചെയ്യാൻ പോകുന്ന താല്പര്യത്തിന്റെ അപകടത്തെ വ്യക്തമാക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തെ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. പ്രകൃതേഹ ഗുണസമ്മൂഢാഃ. പ്രകൃതി ഗുണങ്ങളിൽ സമ്മോഹിതരായവർ. സജ്ജന്തേ ഗുണകർമ്മസു. അതുകൊണ്ടാണ് അവര് ഗുണകർമ്മങ്ങളിൽ ഒട്ടലുള്ളവരാവുന്നത്, ആസക്തി ഉള്ളവരാവുന്നത്. താൻ അകൃഷ്ണവിദഃ മന്ദാൻ. അങ്ങനെയുള്ള സമഷ്ടി താളലയം അറിയാത്ത, അകൃഷ്ണവിത്ത് എന്ന് പറഞ്ഞാല് കുറച്ച് അറിയുന്നവർ എന്നർത്ഥം. കൃഷ്ണവിത്ത് എന്ന് പറഞ്ഞാൽ സമഗ്രം അറിയുന്നവർ. ഇവിടെ സമഗ്രമായിട്ട് അറിയുന്നില്ല. അവരവരുടെ ചെറിയ പരിസരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ, അറിയുന്നുള്ളൂ. അങ്ങനെയുള്ള മന്ദന്മാരെ, മന്ദബുദ്ധികളെ കൃഷ്ണവിത്, സമഗ്രമായി പ്രപഞ്ചത്തിന്റെ ഒരു പ്രയാണവും പ്രതിഭാസവും പ്രചോദനങ്ങളും പ്രേരണകളും ഒക്കെ അറിയുന്നവർ. ബുദ്ധിഭേദം ജനിപ്പിക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ ന വിചാലയേത്. അവരെ ആകെ പരിഭ്രമിപ്പിച്ച് കളയരുത്. ലളിതമായ ഒരു ദൃഷ്ടാന്തം പറയുകയാണെങ്കിൽ, ഈ ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്ന സമയത്ത് ഉച്ച നേരത്ത് ആള് കൂടും എന്നുള്ള ഒരു വസ്തുത നമ്മൾ പലപ്പോഴും ഒരു ആക്ഷേപമായിട്ടാണ് പറയുന്നത്. കേട്ടില്ലേ? ഉച്ച നേരത്ത് ആള് കൂടുന്നതിന് ആക്ഷേപമായിട്ടാണ് പറയുക. പക്ഷേ അവിടെയുള്ള ഒരു ശ്രദ്ധയെ നമ്മൾ അവഗണിച്ചുകൂടാതെ പറയുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഉച്ചയ്ക്ക് ഊണിന് കണക്കാക്കി വരുന്നവര് അങ്ങനെ വരട്ടെ. അവർക്ക് വീട്ടിൽ ഉണ്ണാൻ വകയില്ലാഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. ഇതുകൊണ്ട് ജീവിതത്തിൽ വലിയൊരു കാശ് ലാഭിക്കാം എന്ന് കരുതിയിട്ടല്ലല്ലോ വരുന്നത്. മറിച്ച് ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് വിളമ്പുന്ന ആഹാരം പ്രസാദമാണ് എന്ന ഒരു ബുദ്ധിയുടെ വന്നത്. ആ ശ്രദ്ധയെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ചോദിക്കുക. മനസ്സിലാവുന്നില്ലേ?
അപ്പൊ ഇതിങ്ങനെ ആവർത്തിക്കണ്ട. ഉച്ചനേരത്ത് ക്ഷേത്രാധികാര കാര്യങ്ങളിൽ ഒന്നാം വരുന്നവർ വരട്ടെ, അവർക്ക് അതിലുള്ള ശ്രദ്ധയെ അഭിനന്ദിക്കാം. എന്നാ വിചാലയേത്, നിങ്ങൾ ഒരു പ്രഭാഷണം കേൾക്കാനിരിക്കുന്നുണ്ടോ ഹേ എന്നൊന്നും അവരെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി കളയരുത് എന്ന് പറയും. മനസ്സിലായില്ലേ? കൃഷ്ണവിത്ത് ന വിചാലയേത്. കാരണം എന്താണ്? സമഗ്രം അറിയുന്നവർ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന്, അവരുടെ ഒരു വീക്ഷണ കോണിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത അവരെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റ് ചെയ്യാനും അസിമിലേറ്റ് ചെയ്തെടുക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കേട്ടില്ലേ? ഇപ്പോ ഛർദിയും അതുപോലെ ഡയറിയും വയറ്റുന്നു പോക്കും ഒക്കെ കൊണ്ട് ആകെ തളർന്ന ഒരാൾ, അയാളെ രക്ഷിക്കണമെങ്കിൽ ഉടനെ എന്ത് വേണം? ഗ്ലൂക്കോസ് കൊടുക്കണം. പക്ഷേ ഒരു ഹോസ്പിറ്റലിലും ഗ്ലൂക്കോസ് ഇങ്ങനെ വായയിൽ കൂടെ കൊടുക്കില്ല. ശരിയല്ലേ? കാരണം എന്താണ്? ഒന്ന് ഛർദ്ദിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെയോ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റില്ല, അത്രയും തളർന്നു കിടക്ക്. അപ്പൊ അവരെന്താ ചെയ്യുക? ഓരോ തുള്ളി 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 കഴിക്കും. മനസ്സിലായില്ലേ? കൃഷ്ണവിത്ത് എന്നാ വിചാലയേത്, ഇവരാകെ പരിഭ്രമിപ്പിക്കരുത് എന്ന് പറയാം. ഇതൊന്നും ശരിയല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ശരിക്കും. വേറൊരു പരാതി നമ്മൾ പൊതുവെ പറയാറുള്ളത്, ഈ കാലത്ത് ആളുകൾക്ക് ക്ഷേത്ര ആചാരങ്ങളിലേ താല്പര്യമുള്ളൂ, സത്സംഗങ്ങളിൽ താല്പര്യമില്ല, പ്രഭാഷണങ്ങൾ വേണ്ട. കുറച്ചെങ്കിലും ശ്രദ്ധ ഈ വിഷയത്തിലില്ലേ ചോദിക്കുക. കൃഷ്ണവിത്ത് എന്ന വിചാലയേത്, സമഗ്രമായി അറിയുന്നവർ ഇങ്ങനെ ഈ വിഷയത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധാലുക്കളായി വരുന്നവരെ അവരുടെ അറിവ് കുറവിനെ പരിഹസിക്കരുത്, അവരുടെ വീക്ഷണ ദോഷത്തെ അപലപിക്കരുത്. കേട്ടില്ലേ? ചെയ്തു വരുന്നതിനെ അവഹേളിക്കരുത്. സന്ദേശം വ്യക്തമായിരിക്കും. സ്വാമി പറഞ്ഞ ശ്ലോകം വരുന്നേ ഉള്ളൂ കേട്ടോ, പരധർമ്മത്തിന്റെ ശ്ലോകം വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സംഗ്രഹം, ഈ അധ്യായത്തിന്റെ തന്നെ സംഗ്രഹം എന്ന രീതിയിലുള്ള ഒരു ശ്ലോകമാണ് പറയാം. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുദ്ധ്യസ്വ വിഗതജ്വരഃ. ഭഗവാൻ പറയുന്നു മയി. മയി എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നാണ് വാഗർത്ഥം. എന്നിൽ എന്ന് ഭഗവാൻ പറയുമ്പോൾ കേവലം ദേവകി നന്ദനിൽ എന്നോ പാർത്ഥസാരഥിയിൽ എന്നോ അർത്ഥമാക്കി കളയരുത്. പിന്നെ എന്താ അർത്ഥമാക്കേണ്ടത്? ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമാണ്, എന്നിലാണ് ഇതൊക്കെ ആവിർഭൂതമായി വിലയിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വാസുദേവനിൽ എന്നാണ് അർത്ഥം. സർവസാര സത്തയിൽ, പ്രപഞ്ചേശ്വരനിൽ, യാതൊരു പ്രഭുവിന്റെ അധ്യക്ഷതയിലാണോ അനുഗ്രഹം കൊണ്ടാണോ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ കണം ചലിക്കുന്നത് മുതൽ കോടാനുകോടി ഗാലക്സികളും യഥാസ്ഥാനത്ത് വർത്തിക്കുകയും ഫങ്ഷൻ ചെയ്യുകയും ചെയ്യുന്നത്. ആ സർവേശ്വരനെയാണ് ഇവിടെ വാസുദേവൻ എന്ന് പറയുന്നത്. ആ വാസുദേവനിൽ എന്നാണ് അർത്ഥം. മയി പരമേശ്വരേ വാസുദേവേ സർവജ്ഞേ സർവാത്മനി. ആ സർവാത്മാവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാൻ 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 എന്ന് സ്പന്ദിക്കുന്നത്. എല്ലാവരിലും അതേ സർവാത്മ. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ കണ്ടാൽ നമസ്തേ എന്ന് തൊഴുന്നത്. അവരിലെ ആ ഒരു ചൈതന്യത്തെ, ഈശ്വര സാന്നിധ്യത്തെ, അന്തര്യാമിയെ പരിഗണിക്കുകയാണ്. മനസ്സിലായില്ലേ? മയി ഈ സർവേശ്വരന് സർവാണി കർമാണി, ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സന്യസ്യ സമർപ്പിച്ചിട്ട് അധ്യാത്മചേതസ, ഒപ്പം തന്നെ നമ്മൾ അധ്യാത്മചേതസ്സുകളായിരിക്കണം. എന്താ അധ്യാത്മചേതസ്സുകളായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്കൊരു എത്തിനോട്ടം ശീലിക്കണം. വിശേഷിച്ചും രാവിലെ സാമാന്യേന മനസ്സൊക്കെ ശാന്തമായിട്ടുള്ളൊരു സന്ദർഭമായിരിക്കുമല്ലോ. ആ സമയത്ത് നട്ടെല്ല് നിവർത്തിയിരുന്നിട്ട്
പ്രാതസ്മരാമി. രാവിലെ സ്മരിച്ചോളണം. ഞാൻ സ്മരിക്കുന്നു. എന്താ സ്മരിക്കുന്നത്? പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം. എല്ലാ കാഴ്ചകളെയും അനുഭവങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശത്തെ. പ്രകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറിവ്. ആരാ ഇതൊക്കെ അറിയണതെന്ന് ചോദിക്കും. എല്ലാം അറിയുന്നത് ആരാ എന്ന ചോദ്യത്തിന് ഒരാൾ ഉത്തരം പറഞ്ഞു, ഈശ്വരൻ. ആ ഈശ്വരനെ അറിയുന്നത് ആരാ? അടിസ്ഥാനപരമായിട്ട് നമ്മൾ വേണ്ടേ അറിയാൻ ചോദിക്കും. കേട്ടില്ലേ? ആ ജ്ഞാനസ്വരൂപിയ. പ്രാതസ്മരാമി, കാലത്ത് സ്മരിക്കൂ. ഹൃദി സംസ്ഫുരതാത്മതത്വം സച്ചിത് സുഖം. അത് ഉണ്മയാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. പരമഹംസഗതിം, പരമഹംസന്മാരുടെ ലക്ഷ്യമാണത്. തുരീയം, അത് തുരീയമാണ്. എന്തുകൊണ്ട് തുരീയം? സ്വപ്നജാഗര സുഷുപ്തം അവൈതി നിത്യം. ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥ, സ്വപ്നാവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, ഗാഠനിദ്രയിലുള്ള അവസ്ഥ, ഇതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചൈതന്യം. അതിനെ തുരീയൻ എന്നാണ് പറയുക. സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ. ആ ബ്രഹ്മമാണ് ഞാൻ. നിഷ്കലം, അതിന് അതിരുകളില്ല, അവയവങ്ങളില്ല, പരിമിതികളില്ല, ദേശം അതിനെ ബന്ധിക്കുന്നില്ല, കാലത്താൽ അത് ബന്ധിക്കപ്പെടുന്നില്ല. നിഷ്കളം. തദ്ബ്രഹ്മ നിഷ്കളമഹം, അതാകുന്നു ഞാൻ. നചഭൂതസംഘ, ഈ ശരീരാദിഭൂതസംഘമല്ല ഞാൻ എന്ന് ധ്യാനിക്കും. എന്നിട്ട് അഹം ഭൃത്യവത് കരോമി, ഞാൻ ഭൃത്യനെ പോലെ ഈശ്വര കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് പുറപ്പെട്ടുള്ള ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇത് ദിവസവും സാധിക്കട്ടെ. അങ്ങനെ ജോലികളൊക്കെ യജ്ഞരൂപത്തിൽ ചെയ്ത് തിരിച്ചു വന്ന് കിടക്കുന്നതിന് മുൻപും വീണ്ടും ഞാൻ ആരാന്ന് ചോദിക്കുക. എന്നിട്ടോ മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോ എന്ന് ചിന്തിച്ച് കിടന്നു.